പുറകിലൊരു കായലും അതിനപ്പുറത്ത് കണ്ണെത്താത്തടുത്തൊരു കടലും കടൽ തീരവും അങ്ങനെ പ്രകൃതി രമണീയമായ മനോഹരമായ ഒരു സ്ഥലത്താണ് ഇന്ന് ഞാൻ രുചി തേടി എത്തിയിരിക്കുന്നത്. പൂവാറുള്ള ക്ലബ് മഹേന്ദ്ര റിസോർട്ട്. സ്ഥലത്താണ് ക്ലബ് മഹേന്ദ്ര സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും നിറയെ ഒരു പച്ചപ്പാണ് ഇവിടെ മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ പച്ചപ്പ് കൊടുത്തിരിക്കുന്നത് മുഴുവൻ തെങ്ങുകളാണ്. കേരളം എന്ന് പറയുന്നത് കേരവൃക്ഷത്തിൻ്റെ നാടാണ് എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അനുഭവപ്പെടും. കാരണം ഈ ഗ്രീനറി മുഴുവനും കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഗ്രീനറി നമുക്ക് ഫീൽ ചെയ്യുന്നത് മൊത്തം തെങ്ങുകൾ കാരണമാണ്. ഈ കേരവൃക്ഷങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് തിങ്ങി നീങ്ങി ഒരു പടം പോലെയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ പുറകിലൊരു കുളമൊക്കെ ഉണ്ട്, അതിനകത്ത് മീനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മീനുണ്ട്, ഈ റിസോർട്ടുകാർ വളർത്തുന്ന മീനുകളാണ്. അതുപോലെ ഇവിടെ ഓർഗാനിക് ഫാംസ് ഉണ്ട്. അങ്ങനെ പ്രകൃതിയോട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു റിസോർട്ടും കൂടിയാണിത്. അപ്പുറത്ത് ഇവിടെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മൾ നല്ല രുചിയുമായിട്ട് നല്ലൊരു രുചി തേടി പോകുന്നത്. ക്ലബ് മഹേന്ദ്രയിലാണ് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയാനാണെങ്കിൽ ഇവിടുത്തെ റൂംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഓരോ സെപ്പറേറ്റ് ഹട്ടായിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷനായിട്ടാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ വാസ്റ്റ് ഏരിയയിലാണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഒരു റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ് അത് ഫുൾഫിൽ ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആർക്കിടെക്ചർ, കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. പുറത്തെ പച്ചപ്പും കാഴ്ചകളും മനോഹാരിതയ്ക്കും ഒക്കെ ശേഷം നമ്മൾ രുചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് നല്ലൊരു രുചി പകർന്നു തരാനായിട്ട് പൂവാറുള്ള ക്ലബ് മഹേന്ദ്രയിലെ എക്സിക്യൂട്ടീവ് ഷെഫായ പേരെങ്ങനെയാണ്? സോജു ഫിലിപ്പ് ഉണ്ട്. അപ്പോൾ ഷെഫ്, ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പച്ചമല്ലി പിരളൻ. ചിക്കൻ പച്ചമല്ലി പിരളൻ.
അതായത് നമ്മുടെ പിരളൻ നമ്മുടെ തനതായ നാടൻ വിഭവമാണെങ്കിൽ തന്നെയും പച്ചമല്ലിയുടെ അതായത് മല്ലി ഇലയുടെ ഒരു രുചി നമ്മൾ മലയാളികളിലേക്ക് എത്തിക്കുകയാണ് മെയിൻ ഉദ്ദേശം. നമ്മൾ തീർത്തും പരിചിതമല്ലാത്ത ഒരു രുചിയാണ്. ഇന്നും ആൾക്കാർ ഉപയോഗിക്കാൻ മടിക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗം എത്രത്തോളം നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം, അതിൻ്റെ വ്യത്യസ്തത എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഡിഷാണ്. മല്ലിയിലയുടെ ഫ്ലേവർ ആയിരിക്കും എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. നമുക്കവിടെ ഗ്രീൻ ചില്ലി, സ്ലൈസ്ഡ് ഓണിയൻ ഉണ്ട്, ചോപ്ഡ് കൊറിയാണ്ടർ ലീഫ് അതായത് മല്ലിയില, ചോപ്ഡ് ടൊമാറ്റോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത്, പച്ചമുളകും മല്ലിയിലയും കൂടെ പേസ്റ്റ് ചെയ്ത ഒരു അരപ്പാണിത്. പച്ചമുളകും മല്ലിയിലയും സെപ്പറേറ്റ് ആയിട്ടും എടുത്തിട്ടുണ്ട്, അതിനെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സാധാരണ സുലഭമായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി, പെരുംജീരകപ്പൊടി, ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ, വിനാഗിരി, പിന്നെ നമുക്ക് ചിക്കൻ. അതായത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ്റെ വിങ്ലെറ്റ്സ് ആണ് ഇത്. ആക്ച്വലി നമ്മളതിൻ്റെ വിങ് എടുത്തിട്ട് അതിൻ്റെ ഫുള്ള് ഫ്ലഷിനെ പിന്നിലേക്ക് പുള്ളി ചെയ്തിരിക്കുകയാണ്. ശരിക്കും അപ്പോൾ ഇങ്ങനെ അല്ല, ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ബാക്കിലേക്ക്. അതെ, ബാക്കിലേക്ക് ബോണിൽ കവർ ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ആ ഫ്ലഷ് കിട്ടാൻ വേണ്ടി കംപ്ലീറ്റ് നമ്മൾ ലോളിപോപ്സിന് ചെയ്യുന്ന അതേ സ്റ്റൈലിൽ നമ്മൾ ബാക്കിലേക്ക് വിങ്സിന്റെ പോർഷൻ ആണ്. അതിൽ ചതഭാഗം എല്ലാം ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചത് ഈ പരുവത്തിനാക്കിയിട്ടുണ്ട്. ഏത് പാർട്സും യൂസ് ചെയ്യാവുന്നതാണ്. ഏത് പാർട്സും ചിക്കൻ്റെ യൂസ് ചെയ്യാവുന്നതാണ്. അതൊരു സ്റ്റാർട്ടർ ആയതുകൊണ്ട് കഴുകി എളുപ്പത്തിനാണ് ഷെഫ് ഇപ്പോൾ അങ്ങനെ അതിന്റെ വിങ്സ് എടുത്തിട്ട് ഒരു ലോലിപോപ്പ് മോഡൽ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഭാഗത്തും എന്തൊക്കെയോ ഈ ഭാഗത്ത് നമുക്കത് ഫിനിഷിങ്ങിന് വേണ്ടിയുള്ള അതായത് ഗാർണിഷിംഗ് പ്ലേറ്റിങ്ങിന് വേണ്ടി അതായത് അവിടെ ടൊമാറ്റോ കോട്ട് വെഡ്ജസ് ഉണ്ട്, ലെമൺ വെഡ്ജസ് ഉണ്ട്, അതുപോലെ ഇത് പൊട്ടറ്റോ അല്ലേ, പൊട്ടറ്റോ സ്ലൈസ് ഉണ്ട്, കറി ലീഫ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കേ, കറി ലീഫ് ഉണ്ട്. അതുപോലെ സോസ് ആണോ ഇത്? അല്ല, അതൊരു ജസ്റ്റ് ഓയിലാണ്. നമ്മുടെ റോഗൻ അല്ലെങ്കിൽ നമ്മുടെ പിക്കിളിന്റെ ഒക്കെ നമ്മൾ എടുത്ത് ടോപ്പിൽ വരുന്ന ഓയിലാണ്. ജസ്റ്റ് ഒരു പ്രസന്റേഷൻ വൈസ് അത് ആ സിലൻഡ്രോ മീൻ കൊറിയാണ്ടർ ലീഫിന്റെ സ്റ്റെം ആണത്. ഓക്കേ, അപ്പോൾ എന്തായാലും നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാമല്ലോ. അത് നമുക്ക് ചിക്കൻ മാറിനേഷൻ ചെയ്യണം. മാറിനേഷൻ വളരെ സിമ്പിൾ ആണ്. നമുക്ക് എല്ലാം ഇവിടെ ഉണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, നമ്മുടെ കൊറിയാണ്ടർ ലീഫും ചില്ലിയും കൂടെ പേസ്റ്റ് ചെയ്തുണ്ട്, വിനെഗർ ഉണ്ട്, സാൾട്ട് ഉണ്ട്, ഓയിൽ ഉണ്ട്. ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊന്ന് മാറിനേഷൻ ചെയ്യുക. അപ്പോൾ അത് മിക്സ് ചെയ്യണം. നമുക്കത് ചിക്കൻ്റെ ആ വിങ്സിലോട്ട് ജസ്റ്റ് ഒരു ടീസ്പൂൺ ഓയിൽ പരുവത്തിനാക്കി. എന്ത് ഓയിലാണ്? കോക്കനട്ട് ഓയിൽ. ഓക്കെ, സാധാരണ നമ്മുടെ നാടൻ ശൈലിയിലായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു കോക്കനട്ട് ഓയിലാണ്. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂണോളം നമ്മുടെ ഗ്രീൻ ചില്ലിയും കൊറിയാണ്ടറോടെ പേസ്റ്റ് ചെയ്ത്. ഓക്കെ, ഗ്രീൻ ചില്ലിയും കൊറിയാണ്ടർ ലീവ്സും പേസ്റ്റ് ചെയ്തത് ഞാൻ പറഞ്ഞു. അതിനകത്ത് ഗ്രീൻ ചില്ലിയും കൊറിയാണ്ടർ ലീവ്സും സെപ്പറേറ്റും എടുത്തിട്ടുണ്ട്, ഇതിനകത്ത് ഒരു പേസ്റ്റ് രൂപത്തിലും എടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് എടുത്തേക്കുന്നത്. ഇനി സോൾട്ട് ആവശ്യത്തിന് അത് ഞാൻ പറയത്തില്ല. അപ്പോൾ എല്ലാവരുടെയും പാകത്തിന് അങ്ങ് എടുത്താൽ മതി. സോൾട്ട്, കുറച്ച് വിനെഗർ, ഒരു സ്പൂൺ, 1 ടീസ്പൂൺ വിനെഗർ, ജസ്റ്റ് ഒന്ന് മാരിനേഷൻ ചെയ്ത്. ഓക്കെ, അത് ആ ഒരു കൂട്ട അതിലേക്ക് ആ ചിക്കൻ്റെ ആ വിങ്സിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് പരുവത്തിനാക്കണം. നമ്മൾ ചിക്കനിൽ മസാലയൊക്കെ പിടിപ്പിക്കുന്ന പോലെ നന്നായിട്ട് അതിനെ ഒന്ന് മസാല പിടിപ്പിക്കുക. ഇത് പുരട്ടി നമുക്കൊരു 15 മിനിറ്റ് വെക്കും. നന്നായിരിക്കും അതിൻ്റെ മസാല. അതെ, അപ്പോൾ ചിക്കൻ്റെ പീസ് വലുതാണെന്നുണ്ടെങ്കിൽ ടൈമിങ് കൂടുതലായിരിക്കും. അതായത് 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വിനീഗറും ഓയിലും അതുപോലെ ഏതായിരുന്നു ചില്ലിയും കൊറിയാണ്ടർ ലീവ്സിൻ്റെയും പേസ്റ്റും ഉപ്പും എല്ലാം കൂടി ഇട്ട് ചിക്കൻ്റെ വിങ്സിൽ നന്നായിട്ട് ആ മസാല ഒന്ന് നല്ല ഭംഗിയായിട്ട് നമ്മൾ പുരട്ടി ഒരു 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ പുറത്ത് അധികം നേരം മീറ്റോ അല്ലെങ്കിൽ സീ ഫുഡ് പെരിഷബിൾ ഐറ്റംസ് ഇരിക്കുന്നത് കേടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റെഫ്രിജറേഷനിലായിരിക്കണം മാരിനേഷൻ നമ്മൾ കീപ്പ് ചെയ്യണം. അത് മാരിനേഷൻ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി അതിൻ്റെ സെക്കൻഡ് പാർട്ടായ അതിൻ്റെ ബാക്കി മസാല ഉണ്ടാക്കുന്നതിലേക്ക് നമുക്ക് പോകാം. ചൂടായി വരുന്നല്ലേ? ഓക്കെ, അതിലോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. ഇതിന് അളവൊന്നും ഇല്ലല്ലോ. ഇതിന് 2 ടീസ്പൂൺ നമുക്ക് 2 ടീസ്പൂൺ മതി. നന്നായിട്ട് ചൂടായതിനു ശേഷം കോക്കനട്ട് ഓയിലിന്റെ ഫ്ലേവർ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ചൂടായി. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കടുക്, ഇതിലേക്ക് കുറച്ച് കറിവേപ്പില. ഓക്കെ, കടുക് താളിക്കുവാണല്ലേ? അതെ. പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കുന്നത്
ഒരു 3-4 പച്ചമുളക്. ഇതിലേക്ക് നമുക്ക് ഉള്ളി സ്ലൈസ് ചെയ്തേക്കുന്നത്. കടുക് താളിച്ച് കഴിഞ്ഞു, കറിവേപ്പില ഇട്ടു, മുളകിട്ടു, പച്ചമുളകിട്ടു, അതാ ഇപ്പോൾ ഉള്ളി ഇട്ടു. നന്നായിട്ട് സോട്ട് ചെയ്യണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആണോ? അതെ, ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ, ഒണിയൻ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരുവിധം ലൈറ്റ് ബ്രൗൺ ആയി വരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഉള്ളി മറ്റ് ഡിഷുകളിൽ കാണുന്ന പോലെ ഉള്ളി അങ്ങ് വെന്ത് ആ ഗ്രേവിയുമായിട്ട് അങ്ങ് ചേർത്തില്ല. ഉള്ളിയുടെ ആ ഒരു ക്രഞ്ചിനെസ് അങ്ങനെ തന്നെ നിൽക്കും. ഇത് വഴന്നു കഴിഞ്ഞാൽ ആ ഉള്ളിയുടെ ഒരു ക്രഞ്ചിനെസ്, ആ ഒരു ക്രഞ്ചിനെസ് അങ്ങനെ തന്നെ നിന്ന് നമ്മളൊന്ന് പുരട്ടി അതൊരു എടുക്കുകയാണ് അതിനകത്ത് മെയിനായിട്ട് തന്നെ. ഇതിപ്പോൾ ഒരുവിധം ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മൾ നേരത്തെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഗ്രീൻ ചില്ലി കൊറിയാണ്ടർ പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഗ്രീൻ ചില്ലിയും കൊറിയാണ്ടർ ലീവ്സും അരച്ചത്, അതുപോലെ ജിഞ്ചർ ഗാർലിക്കിൻ്റെയും പേസ്റ്റും കൂടി നമ്മൾ ഈ സോട്ട് ചെയ്യുന്ന ഉള്ളി, മുളക്, കടുക്, കറിവേപ്പില ഇതൊക്കെ നമ്മൾ സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കോക്കനട്ട് ഓയിൽ. അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞു. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഇട്ടതിന് ശേഷം എല്ലാം അതിൻ്റെതായ ഒരു രീതിക്ക് അതിൽ ഉള്ളിയിലേക്ക് ഒന്ന് പിടിച്ച ശേഷമാണ് അടുത്തത് ഇടുന്നത് അല്ലേ പൊടികൾ. ഒരു 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ. ഓക്കെ, കൊറിയാണ്ടർ പൗഡർ ഒരു എത്ര? 1/2 ടീസ്പൂൺ ഇട്ടിരിക്കുകയാണ്. ശകലം ഫെനലിൻ്റെ പൗഡർ ഒരു 1/4 ടീസ്പൂൺ. ഫെനൽ പെരിഞ്ജീരക പൊടിയാണ്. ഗരം മസാല പൊടി ഒരു 1/4 ടീസ്പൂൺ. ഗരം മസാല 1/4 ടീസ്പൂൺ. ഓക്കെ, ഇപ്പോൾ പൊടികൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മസാല പൊടികളൊക്കെ ഇട്ട് തുടങ്ങി. അത് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഒന്ന് അത് ബേൺ ആവാതിരിക്കാൻ കുറച്ച് വെള്ളം അടി കൊടുക്കാം. ഇല്ലെങ്കിൽ അത് ബേൺ ആവും അല്ലേ? ഓക്കെ, അത് ബേൺ ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ജസ്റ്റ് അതിന് വേണ്ടി മാത്രം, അതൊക്കെ ബേൺ ആവാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഒരു പേര് നമുക്ക് തക്കാളിക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ടൊമാറ്റോ ചോപ്പ് ചെയ്തത് അതിനകത്ത് ഇടുവാണ്. നന്നായിട്ടൊന്ന് വഴന്ന് വരണം എന്ന് വെച്ചാൽ അതിൻ്റെ കൂട്ടുകളും മസാലയും പിന്നെ ഇട്ട ആ ടൊമാറ്റോയും എല്ലാം കൂടി ഒന്ന് മേർജായി ഒരുമിച്ചാവണം എല്ലാം കൂടി. അപ്പം നമ്മൾ തക്കാളിക്ക് ഇട്ട് ഉള്ളിയും ആ മസാല എല്ലാമായിട്ട് നന്നായിട്ട് ഒരുവിധം വഴന്നു വരുന്ന ഈ സമയത്ത് നമുക്ക് ഈ മാരിനേഷൻ മസാല പൊടികളുടെ ഒക്കെ ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ആയി നമ്മൾ ഈ മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ നമ്മൾ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ വിങ്സിനകത്തോട്ട് നമ്മൾ എന്തായിരുന്നു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ ഓയിൽ, കോക്കനട്ട് ഓയിൽ, വിനീഗർ, സോൾട്ട്, പിന്നെ നമ്മൾ കൊറിയാണ്ടർ ഗ്രീൻ ചില്ലിയും കൂടി പേസ്റ്റ് ചെയ്തത് എല്ലാം കൂടി ഇട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ വിങ്സും കൂടി അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞു. ഏതാണ്ട് അതായി കഴിഞ്ഞല്ലേ? ചിക്കൻ എന്തായിരുന്നു? ചിക്കൻ പച്ചമല്ലി പിരളൻ. ചിക്കൻ പച്ചമല്ലി പിരളൻ. നമ്മുടെ ആ ഒരു ചിക്കൻ വിങ്സ് നല്ല ഭംഗിയായിട്ട് ആ ഓണിയൻ ടൊമാറ്റോ മസാലയ്ക്കകത്തൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് ഒരു സ്ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ചെറിയൊരു സിമ്മറിങ് ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് വെച്ച് അല്പസമയം ഒന്ന് കുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്ന് കുറച്ച് സമയം, എത്ര സമയം കവർ ചെയ്ത് വെക്കണം? ഒരു
3 to 5 minutes മതിയാവും. ഓക്കെ 2 തൊട്ട് ഒരു 5 മിനിറ്റ് വരെ ഇതിനെ ഒന്ന്, അല്ലെങ്കിൽ ഒരു 3 തൊട്ട് 5 മിനിറ്റ് വരെ ഇതിനൊന്ന് മൂടി വെച്ചു. ഓക്കെ, അപ്പോൾ അതൊന്ന് ആയിട്ടുണ്ടല്ലേ? അതെ, നമുക്ക് ഓക്കെ ശരി. നല്ല ഭംഗിയായിട്ട് ആയി കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ പച്ചമല്ലി പിരളൻ ആയി കഴിഞ്ഞു. കഴിഞ്ഞിട്ടില്ല. അതിനകത്ത് ഇനി മെയിനായിട്ടുള്ള നമ്മൾ പേര് സൂചിപ്പിക്കും പോലെ തന്നെ മെയിനായിട്ടുള്ളൊരു മല്ലിയിലിട്ടില്ല. എന്തായാലും നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ആഹാ, മല്ലിയില എത്രയാണ് ഈ അളവ്? എത്രയാണ്? 2 ടേബിൾ സ്പൂൺ, ഒരു 20-25 ഗ്രാം അല്ലെങ്കിൽ 25 ഗ്രാമോളം. കംപ്ലീറ്റ് ഈ ഒരു ചിക്കനൊക്കെ കവർ ചെയ്യുന്ന തരത്തിലാണ് ഈ മല്ലിയില ഇട്ടിരിക്കുന്നത്. വീണ്ടും ഉപ്പിടുകയാണ്. ഇതിനകത്ത് ഫൈനലായിട്ട് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇതിനകത്തായിട്ട് ലാസ്റ്റ് ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ഹാഫ് ലെമൺ ജ്യൂസ് അതിനകത്തോട്ട് ലേശം ഗരം മസാല പൊടി, ഒരു ഫൈനൽ ലാസ്റ്റ് ഇതിനു വേണ്ടി. ഓക്കെ ശരി, അതിനകത്ത് ഒരു പിഞ്ച് ഗരം മസാല കൂടി, 2-3 ഡ്രോപ്പ് പച്ച വെളിച്ചെണ്ണ. നമുക്കിതെല്ലാം കൂടെ ലാസ്റ്റ് ഈ മസാല കൂട്ടുകൾ ചിക്കൻ ഒന്ന് പിടിച്ച ശേഷം നമ്മൾ ഒരു ബെഡ് പോലെ കംപ്ലീറ്റ് ആയിട്ട് മല്ലിയില സ്പ്രെഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഉപ്പിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ഇട്ടു, ഗരം മസാല ഒരു പിഞ്ച് ഇട്ടു, കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി. കോക്കനട്ട് ഓയിൽ ഒഴിച്ചപ്പോഴത്തേക്ക് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. നമുക്ക് പൊട്ടാറ്റോ ഇത് നിർബന്ധമില്ല. ഇത് ജസ്റ്റ് ഒരു പ്ലേറ്റ് പ്രസന്റേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ ലേശം അതിന്റെ സൈഡിലിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് സ്ലൈസ് ചെയ്ത. അതെ അതെ, ഇത് നിർബന്ധമുള്ള കാര്യമല്ല. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വ്യത്യസ്തതയും പ്രസന്റേഷനും ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ വരികയാണെങ്കിൽ ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ചെറിയ ടിപ്പല്ലേ, കുറച്ച് പൊട്ടറ്റോ അതിനിതാ ഈ വലുപ്പത്തിന് നന്നായിട്ടൊന്ന് സ്ലൈസ് ആയിട്ട് നമ്മൾ പൊട്ടറ്റോ ചിപ്സിനൊക്കെ പോലത്തെ ആ ഒരു ലെവലിന് അരിഞ്ഞിട്ട് അതിനകത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാണ്. ഇതൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു മസാല നമുക്ക് പ്രത്യേക പാനോ അല്ലെങ്കിൽ പ്രത്യേക സ്റ്റൗവിലോ എടുത്ത് വെക്കേണ്ടെന്ന കാര്യമില്ല. ഇല്ല, ആ മസാല കൂടെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫ്ലേവറും കിട്ടും, ഫ്രൈയും ആവും. ഓക്കെ, നമുക്കപ്പോൾ ഓൾമോസ്റ്റ് അതൊരു ഡിഷ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫൈനൽ പ്രസൻറ്റേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫൈനൽ പ്രസൻറ്റേഷന് ഞാൻ വിചാരിച്ചപ്പോൾ ശരി, ഒരു ഫൈനൽ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ടൊമാറ്റോ വെച്ചിട്ടുണ്ട്, ലെമൺ വെച്ചിട്ടുണ്ട്, പൊട്ടറ്റോ ഇതാ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തു. പിന്നെ ഒരു ഓയിൽ അല്ലേ, ഒരു ഓയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ അതും മല്ലിയിലയാണ്. ഇതായത് ടൊമാറ്റോ. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ പച്ചമല്ലി പെരളൻ റെഡി. അപ്പോൾ ഇനി ഇത് ടേസ്റ്റ് നോക്കാമല്ലോ ഷെഫ്? ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചെനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊരു സ്നാക്ക് ആയിട്ട് ഒരു സ്റ്റാർട്ടറായിട്ട് കൊടുക്കാം, സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്നാക്ക് പോലെയും കഴിക്കാം. കാരണം അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു ലോലിപോപ്പ് പോലെ മസാല കൂടെ ചേർത്തിട്ടായത് അതിൻ്റെ ഒരു ഇതറിയാൻ വേണ്ടിയിട്ടല്ലേ. ഓക്കെ ശരി, അപ്പം മസാലയും കൂടി
ചേർത്ത് അതിനെ ഒന്ന് എടുത്ത് ഇതുവരെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്തൊരു സെപ്പറേറ്റ് ടേസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല. ശരിക്കും നമ്മൾ പച്ചമല്ലി നമ്മുടെ കറിയിൽ ഒരു സൈഡ് ഡിഷ് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത് ശരിക്കും മണ്ടത്തനാണ്. ഇതിനൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ ഒരു ഡിഫറൻസ് ടേസ്റ്റാണ്. ഒരു പുളിപ്പുണ്ട്, എന്നാൽ ഒരു ലൈറ്റായിട്ടുള്ള എരിവുണ്ട്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഇതുവരെ ഞാൻ ഈ ഒരു ടേസ്റ്റ് ഞാൻ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ല. എന്തായാലും സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കറിക്കുന്ന സൈഡ് ഡിഷ് ആയിട്ടും കൊടുക്കാം. ഇതിൻ്റെ കൂടെ ചപ്പാത്തി കൂടെയൊക്കെ കഴിക്കാനും പറ്റുന്ന ഒരു നല്ല ഡിഷാണ്. കാരണം എന്താ വെച്ചാൽ ഞാനിതൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് ഇത് കഴിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സെപ്പറേറ്റ് രുചി ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഞാൻ അടുത്തത് കഴിക്കുമ്പോഴേക്കും ഫാസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടുന്നത് ചിക്കൻ്റെ വിംഗ്ലൻസ് ആണ്. ഞാനത് ചെയ്തിരിക്കുന്നത് ചിക്കൻ്റെ വിങ്ങിൻ്റെ പാർട്ട് മാംസം പുള്ളി ചെയ്തതാണ്. അതിലേക്ക് നമ്മൾ മാരിനേഷന് വേണ്ടി വിനെഗർ, കോക്കനട്ട് ഓയിൽ, സോൾട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മുടെ മല്ലിയിലയും ഇഞ്ചിയും പച്ചമുളക് ചേർത്ത് അരച്ചിലുള്ള മാരിനേഷൻ ചെയ്ത് 15 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം 15 മിനിറ്റ് മാരിനേഷൻ ആവുന്ന ടൈമിൽ നമ്മൾ പാൻ ചൂടാക്കുന്നു, വെളിച്ചെണ്ണ ചൂടാക്കുന്നു, കടുക് പൊട്ടിക്കുന്നു, കറിവേപ്പില, പച്ചമുളക് വഴറ്റുന്നു. അതിലേക്ക് നമ്മുടെ ഉള്ളി തിന്നായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി വഴറ്റുന്നു. ഉള്ളി ഒരുവിധം ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മല്ലിയിലയും പച്ചമുളകും ആഡ് ചെയ്യുന്നു. നല്ല ഭംഗിയായിട്ട് വഴറ്റുന്നു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പെരുംജീരകപ്പൊടി ആഡ് ചെയ്ത് അല്പം വെള്ളവും ചേർത്തുന്നു. വഴറ്റിന് ശേഷം തക്കാളിക്ക് അരിഞ്ഞിടുന്നു. തക്കാളിക്ക് അരിഞ്ഞതിന് ശേഷം നമ്മൾ ആ മാരിനേഷൻ ചെയ്ത ചിക്കൻ മാരിനേഷൻ കൂടെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ഫ്രൈ ചെയ്ത് അല്പം ഒന്ന് വെള്ളം തളിച്ച് അത് വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു. ഫ്രൈ ചെയ്ത് ലാസ്റ്റ് നമ്മൾ വീണ്ടും അല്പം കോക്കനട്ട് ഓയിലും കുറച്ച് ലെമൺ ജ്യൂസും ശകലം ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് സാൾട്ട് നോക്കി അത് അതിൻ്റെ ഒരു പെരണ്ടിരിക്കുന്ന ആ ഒരു പരുവത്തിന് നമ്മൾ വാങ്ങുന്നു. ചിക്കൻ പച്ചമല്ലി പെർലൻ എന്നൊരു സൂപ്പർ ഇന്നവേറ്റീവ് ഡിഷ് ഉണ്ടാക്കി തന്ന ഷെഫിന് ഒരുപാട് താങ്ക്സ്.